സാധുവായ എൻ്റെ പേരിലും ഒരുപാട് പെരും നുണകൾ കഴിഞ്ഞ പ്രസംഗത്തിൽ ഈ മുസ്ലിയാർ പറഞ്ഞിട്ടുണ്ട്. പലതും സാമ്പിൾ എന്ന നിലക്ക് നിങ്ങളുടെ മുമ്പിൽ പറഞ്ഞിട്ടുമുണ്ട്. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ, എന്താണ് എൻ്റെ പേരിൽ പറഞ്ഞിട്ടുള്ള ഒരു പെരും നുണ? ഞാൻ എന്നെ സംബന്ധിച്ച് പറഞ്ഞത് കേട്ടോളൂ. നിങ്ങളൊക്കെ അറിയാമല്ലോ പ്രിയപ്പെട്ടവരെ, ഞാൻ ഇവിടെ വെച്ച് സംസാരിക്കുമ്പോൾ വളരെ കൃത്യമായി ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് വിശദീകരിക്കുന്ന നേരത്ത് അല്ലാഹു ഒരിക്കലും പൊറുക്കാത്ത മഹാപാതകമാണ് ശിർക്ക് എന്ന നിലക്ക് അതിൻ്റെ ഗൗരവം പറയുമ്പോൾ പല കാര്യങ്ങളും പറഞ്ഞ കൂട്ടത്തിൽ അവിടുന്ന് പല കാര്യങ്ങളും വിശദീകരിച്ച നേരത്ത് ഇതാ ഇന്ന് നമ്മുടെ നാടുകളിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഇസ്തിഗാസയുടെ സാമ്പിളുകൾ, അതാ വഫാത്തായി പോയിട്ടുള്ള മരണപ്പെട്ട് കഴിഞ്ഞിട്ടുള്ള CM മടവൂരിനെ വിളിച്ച് തേടുന്നതും ഇർവാടിയിലെ ഇബ്രാഹിം ബാദ്ഷയോട് തേടുന്നതും അങ്ങനെ പലരോടും വിളിച്ച് തേടുന്ന പദ്യങ്ങളൊക്കെ നമ്മളിവിടെ ചൊല്ലിയിരുന്നു. അവരോട് ആ നിലക്ക് പറയാൻ പാടില്ല എന്ന് വളരെ കൃത്യമായി ഒക്കെ പറഞ്ഞപ്പോ മുസ്ലിയാർ എൻ്റെ പേരിൽ പറഞ്ഞ ഒരു കള്ളമുണ്ട്. എന്താണ് ആ കള്ളം? ജീവിച്ചിരിക്കുന്നവരോട് ദുആ ഇരക്കാൻ പറഞ്ഞാലും കാഫിറാകും എന്നാണ് ഇവരുടെ വാദം. ജീവിച്ചിരിക്കുന്നവരോട് ശ്രദ്ധിക്കണം നിങ്ങൾ, നമുക്ക് ഇന്ന് വരെ ഇങ്ങനെ ഒരു വാദമുണ്ടായിട്ടുണ്ടോ? ഈ പ്രസ്ഥാനത്തിന്റെ നേതാക്കളോട് അല്ല, ഇതിന്റെ സാധാരണ പ്രവർത്തകന്മാരോടെങ്കിലും അടുപ്പമുള്ള ഒരു മുസ്ലിമിന് ഇന്ന് വരെ തോന്നിയിട്ടുണ്ടോ എന്ന്? നമുക്കൊരു മഹാനായ മനുഷ്യന്റെ ജീവിതകാലത്ത് എനിക്ക് വേണ്ടി നിങ്ങളൊന്ന് ദുആ ചെയ്യണേ എന്നൊരാളോട് ദുആ കൊണ്ട് വസിയത്ത് പറയുന്നത് ശിർക്കായി പോകുന്ന കാര്യമാണെന്നോ കഫിറായി പോകുന്ന കാര്യമാണെന്നോ ഇന്ന് വരെ പറഞ്ഞിട്ടില്ലല്ലോ. എന്നിട്ടും മുസ്ലിയാർ ഇവിടെ വെച്ചെന്തു പറഞ്ഞു? ഞാൻ അങ്ങനെയാണ് പറഞ്ഞതെന്ന്. അത് പറഞ്ഞപ്പോ കഴിഞ്ഞ പ്രസംഗത്തിലെ അന്നീയുള്ളവൻ മറുപടിയും കൊടുത്തതാണ്. ആ മറുപടി ഒന്ന് കേട്ടോളൂ. രോഗശമനത്തിന് വേണ്ടി അള്ളാഹുവിനോടൊന്ന് ദുആ ചെയ്യണേ. ഒരു നബിയോടോ ഒരു സാലിഹിനോടോ ഒരു വലിയനോടോ നമ്മൾ അങ്ങനെ പോയി ജീവിതകാലത്ത് അങ്ങനെ ദുആ കൊണ്ട് വസിയത്ത് ചെയ്യുന്നത് തെറ്റാണെന്ന് ആരാണ് ഇവിടെ പറഞ്ഞത്? അതിനെ സംബന്ധിച്ച് ഞാൻ ശിർക്കെന്ന് പറഞ്ഞു എന്ന് വരുത്തി തീർക്കുകയാണ് പേരോട് ചെയ്തത്. എന്റെ വിവരണം നടന്നത് മരണപ്പെട്ടു പോയ CM മടവൂരിനോടും ഏർവാടിയിലെ ഇബ്രാഹിം ബാദ്ഷയോടും അജ്മീറിലെ ഖാജാ മുഈനുദ്ദീൻ ചിശ്തിയോടുമൊക്കെ വിളിച്ചു തേടുന്നതിനെ സംബന്ധിച്ച് വിവരിക്കുന്ന വിവരണത്തിന്റെ ആ ഭാഗങ്ങളൊന്നും കേൾപ്പിക്കാതെ നടുക്ക് നിന്ന് മുറിച്ചെടുത്തുകൊണ്ട് നടത്തുന്ന ഈ സ്ഥിരം അട്ടിമറിയുടെ ഈ ശ്രമം എന്റെ ശ്രോതാക്കളൊന്ന് കൃത്യമായി പേരോടിലൂടെ തന്നെ കേട്ടോളൂ. അട്ടിമറി നിങ്ങൾക്ക് അപ്പബോധ്യമാകും. മഹാന്മാരോട് ദ്വാരക്കാൻ പറഞ്ഞാലും അത് ശിർക്കാണെന്നല്ലേ ഹുസൈൻ മൗലവി പറഞ്ഞത്? മൗലവി അള്ളാന്റെ പേരിൽ പച്ചക്കള്ളം പറഞ്ഞതല്ലേ? ഇസ്ലാം ദീനിന്റെ പേരിൽ പച്ചക്കള്ളം പറഞ്ഞതല്ലേ? നിങ്ങൾ എന്റെ പേരിലും പച്ചക്കള്ളം പറഞ്ഞതല്ലേ? ഞാനങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? മഹാന്മാരോട് പോയിട്ട് ദുആ ചെയ്യണേ എന്ന് പറയുന്നത് അത് ശിർക്കെന്നല്ലേ ഹുസൈൻ മൗലവി പറഞ്ഞത്? ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞ സന്ദർഭം നിങ്ങൾ സന്ദർഭത്തിൽ നിന്ന് അടർത്തിയതാണ്. കണ്ടോ, വളരെ കൃത്യമായി കഴിഞ്ഞ പ്രസംഗത്തിലും മുമ്പുമൊക്കെ വിശദീകരിച്ചു കഴിഞ്ഞ കാര്യമാണ്. എന്നാലെങ്കിലും ഇല്ലേ മനുഷ്യന് ഒരാളുടെ പേരിൽ ഇനി കളവ് പറയണ്ട, കുറച്ചൊക്കെ പറഞ്ഞില്ലേ അത് മതി എന്ന ഒരു ധാരണയിലൊന്ന് മാറി നിൽക്കാൻ തോന്നണ്ടേ? ആവർത്തിച്ച് പിന്നെയുള്ള പ്രസംഗത്തിലും അതേ കളവ് തന്നെ പിന്നെയും പേരോട് മുസ്ലിയാർ ആവർത്തിക്കുന്നു. അതായിരുന്നുവത്രേ നമ്മൾ പറഞ്ഞിരുന്നത്, ശിർക്കെന്ന് തന്നെയായിരുന്നുവത്രേ പറഞ്ഞിരുന്നത്. ഇപ്പൊ മാറ്റിപ്പറഞ്ഞതാണ് പോലും എന്ന് പച്ചക്കളവ് പിന്നെയും ഈ മുസ്ലിയാർ ആവർത്തിക്കുന്നു. കഴിഞ്ഞ പ്രസംഗത്തിൽ അതും കൂടി ഒന്ന് കേട്ടോളൂ. ഇയാള് പറയാണ് ഇവർക്കൊരു വാദം, എന്തേ ജീവിക്കുന്ന കാലത്ത് ദ്വാരക്കാൻ പറഞ്ഞാൽ കാഫിറാവും. ഇങ്ങനെ ജീവിച്ചിരിക്കുന്ന ഒരാളോട് ദ്വാരക്കണോ എന്ന് പറഞ്ഞാൽ കാഫിറാവും, അങ്ങനെ ഒരു വാദം. അത് ഞാൻ ഇവിടെ മുമ്പ് ഉദ്ധരിച്ചു. ഇപ്പൊ മൂപ്പര് പറയാ അത് ജീവിച്ചിരിക്കുന്ന കാലത്ത് ദ്വാ ചെയ്യാൻ വേണ്ടി പറയുന്നതിനെ പറ്റി പറഞ്ഞതല്ല. എന്താ ഇതിനൊക്കെ ചികിത്സ നോക്കൂ നിങ്ങൾ. കളവ് എന്ന 101 ആവർത്തിച്ച കളവ് കൃത്യമായി പറയാ. ഇതാ കരയുദ്ധക്കാരന്റെ വലിയ ആയുധം.
ഇങ്ങനെ നുണ ബോംബ് പൊട്ടിച്ചിട്ട് കരയുദ്ധം കൊണ്ട് മുന്നോട്ട് പോകാനാണ് പരിപാടിയെങ്കിൽ കുറച്ച് വിഷമിക്കേണ്ടി വരും കേട്ടോ എന്ന് വളരെ വിനീതമായി തന്നെ ഉണർത്തുകയാണ്. മാത്രമല്ല കഴിഞ്ഞ പ്രസംഗത്തിൽ തന്നെ ഈ ഉള്ളവൻ സൂചിപ്പിച്ചിട്ടുണ്ട്, നിങ്ങൾക്കൊരു വാദമുണ്ടെന്ന് മഹത്തുക്കളോട് തേടുന്നതിന് പ്രാർത്ഥന എന്ന് ഞങ്ങൾ പറയാറില്ല, അത് മൗലവിമാരെ ഭാഷയാണ്. മഹാന്മാരോട് ചോദിക്കുന്നതിന് അങ്ങനെ ഒരു പറയാറേ ഇല്ല എന്ന് പേരോട് പറയുന്നത് നിങ്ങളൊന്ന് കേൾക്കുക. എന്നിട്ട് ആരാണ് ഇങ്ങനെ മഹാത്മാക്കളോട് പറയുന്നതിനും പ്രാർത്ഥന എന്ന് ഇവര് തന്നെ അർത്ഥം വെച്ചിട്ടുണ്ടോ ഉപയോഗിച്ചിട്ടുണ്ടോ എന്നും കൂടി ഞാൻ നിങ്ങളെ കേൾപ്പിക്കും. ശ്രദ്ധിച്ചോളൂ അദ്ദേഹം എന്താണ് പറയുന്നത് എന്ന്. സഹായം തേടുന്നതിന് മൗലവിമാർ പറയുന്ന ഭാഷ പ്രാർത്ഥിക്കാന്ന. നമ്മള് അള്ളഹാനോട് പറയുന്നതിന് പ്രാർത്ഥിക്കാന്ന് പറയൂ, സൃഷ്ടികളോട് പറയുന്നതിന് സഹായം തേടുക അപേക്ഷിക്കാന്നൊക്കെ പറയാം. ഇവരെല്ലാറ്റിനും വലിയ പ്രാർത്ഥിക്കാണ്. ഞങ്ങൾ മഹത്തുക്കളോട് തേടുന്നതിന് പ്രാർത്ഥന എന്ന് പറയാറേ ഇല്ല എന്ന് ആ കളവും ഈ വേദിയിൽ വെച്ച് പിടിക്കപ്പെട്ടിട്ടുണ്ട്. 1/2 ഡസൻ തെളിവുകളിലൂടെ, 1/2 ഡസൻ എന്ന് പറഞ്ഞ 6 1/2 ഡസൻ തെളിവുകളിലൂടെ അന്നാ പറഞ്ഞത് പേരോട് മുസ്ലിയാർ കള്ളത്തരം പറഞ്ഞതാണ് എന്ന് ബോധ്യപ്പെടുത്തി കൊടുത്തു. അവരുടെ പ്രസിദ്ധീകരണങ്ങളിൽ നിന്ന് സുന്നത്ത് മാസിക വായിച്ചു കേൾപ്പിച്ചിട്ടുണ്ട്. ഈ കാണുന്ന മാസിക ഏതാ? സുന്നത്ത് മാസിക. ഏത് ഗ്രൂപ്പിന്റെ മാസികയാണ്? പേരോട് അബ്ദുറഹ്മാൻ സഖാഫിയുടെ ഗ്രൂപ്പിന്റെ മാസികയാണ്. ആ മാസികയിൽ അല്ലാഹു അല്ലാത്തവരോടുള്ള സഹായാർത്ഥനയെ തന്നെ പ്രാർത്ഥിച്ചു എന്ന് പരിചയപ്പെടുത്തുന്നത് കേൾപ്പിക്കട്ടെ. യാ സയ്യിദ സാദാതി ജിതുക ഖാസിദാ അർജു ഹിമാക ഫലാ തുഖയ്യിബ് മഖ്സദി. അതിന്റെ അർത്ഥം കൊടുത്തത് കേട്ടോളൂ. സയ്യിദന്മാരുടെ നേതാവായ നബിയേ, അങ്ങയുടെ ഉമ്മത്തിൽപ്പെട്ട സാധുവായ മഖ്ദൂമിദ അങ്ങയുടെ സമീപമെത്തിയിരിക്കുന്നു. എന്റെ ഉദ്ദേശങ്ങൾ സഫലമാക്കി തരണേ, അഭയം നൽകണേ, ദുഃഖിതനാക്കി മടക്കരുതേ. മങ്കൂസ് മൗലിദിലെ വരിക്ക് അർത്ഥം കൊടുത്തതാ. ഇനി കേട്ടോളൂ കേട്ടോ. അള്ളാനോട് പറയുന്നതിന് മാത്രമേ ഞങ്ങൾ പ്രാർത്ഥന ഉപയോഗിക്കാറുള്ളൂ. സൃഷ്ടികളോട് പറയുന്നതിന് പ്രാർത്ഥന എന്ന് ഉപയോഗിക്കുന്ന ശൈലി മൗലവിമാരുടേതാണ്. ഞങ്ങൾ അങ്ങനെ ഉപയോഗിക്കാറേ ഇല്ല എന്നാണ് പേരോടിന്റെ വാദം. കേട്ടോളൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിളിച്ചുകൊണ്ട് തേടുന്ന ഈ സഹായത്തേട്ടത്തിന് പേരോടിന്റെ ഗ്രൂപ്പുകാരിറക്കിയ മാസികയിൽ തന്നെ കൊടുത്ത വിശദീകരണം കേട്ടോളൂ. വിശ്രുത പണ്ഡിതനായ സൈനുദ്ദീൻ മഖ്ദൂം തങ്ങൾ കഅബയുടെ സമീപത്തെത്തി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് മൗലിദ് പാരായണത്തിലൂടെ ഉദ്ദേശ ലക്ഷ്യങ്ങൾക്കായി പ്രാർത്ഥിച്ചതിന് വ്യക്തമായ രേഖയാണ് ഉപര്യുക്ത മൗലിദ് വരികൾ. ശ്രദ്ധിച്ചോ നിങ്ങൾ? വിശ്രുത പണ്ഡിതനായ സൈനുദ്ദീൻ മഖ്ദൂം കഅബയുടെ സമീപത്തെത്തിയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് മൗലിദ് പാരായണത്തിലൂടെ ഉദ്ദേശ ലക്ഷ്യങ്ങൾക്കായി പ്രാർത്ഥിച്ചതിന് വ്യക്തമായ രേഖയാണ് ഉപര്യുക്ത മൗലിദ് വരികൾ. പ്രവാചകന്മാരെയും പൂർവീക മഹത്തുക്കളെയും പാടി പുകഴ്ത്തി അവരുടെ ചരിതങ്ങൾ അയവിറക്കി പ്രാർത്ഥിക്കാമെന്ന് പിൻഗാമികളെ പഠിപ്പിക്കുക കൂടിയാണ് മഖ്ദൂം തങ്ങൾ ഇവിടെ ചെയ്തിരിക്കുന്നത്. പ്രവാചകന്മാരുടെയും മഹാന്മാരുടെയും മഹത്വങ്ങളും ശ്രേഷ്ഠതയും പ്രതിപാദിക്കുന്ന മാലമൗലിദുകൾ പാരായണം ചെയ്യലും മൗലിദ് സദസ്സുകൾ സംഘടിപ്പിക്കലും അവരെ വിളിച്ച് പ്രാർത്ഥിക്കലും. ശ്രദ്ധിച്ചോളൂ, അവരെ വിളിച്ച് പ്രാർത്ഥിക്കലും. പ്രാർത്ഥന എന്നത് മൗലവിമാരുടെ ഭാഷയാണ്, ഞങ്ങളുടെ ഭാഷയല്ലെന്ന് പറഞ്ഞില്ലേ? അവരെ വിളിച്ച് പ്രാർത്ഥിക്കലും ബിദ്അത്തല്ല എന്നും ഇസ്ലാമിക നിയമവ്യവസ്ഥകളിൽ അനുവദിക്കപ്പെട്ട കാര്യങ്ങളാണ് മൗലിദ് പാരായണമെന്നും ഇതിനാൽ വ്യക്തമായി.